വാരണാസിയിലെ ബാങ്ക് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് തന്നെ നോക്കണം. വാരണാസി വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ കഴിക്കേണ്ട ഒരു സാധനമാണ് ഇവിടുത്തെ മഡ്ക ചായ്. മഡ്ക എന്ന് പറയുന്നത് മണ്ണുകൊണ്ട് ഉണ്ടാക്കുന്ന ഇതുപോലത്തെ മഗ്ഗുകളാണ്. ഇതിലൊഴിച്ചു വരുന്ന മസാല ചായക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പിന്നെ വാരണാസിയിലെ മറ്റൊരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ജിലേബീസ് ആണ്. ഇവിടുത്തെ ഗല്ലികളിലും എല്ലായിടത്തും നമുക്ക് ജിലേബീസ് വാങ്ങാൻ കിട്ടും. പൊതുവെ നോർത്ത് ഇന്ത്യ വരുന്ന സമയത്ത് എല്ലാവരും ട്രൈ ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ് ജിലേബി എന്ന് പറയുന്നത്. പാവ് ഭാജി. വാരണാസി വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ കടകളിലും ഒരുപോലെ കാണുന്ന ഒരു സാധനമാണ് ഈ പാവ് ഭാജി. പിന്നെ ഈ കാണുന്നതാണ് ഇവിടുത്തെ വിന്റർ സീസണിലെ സ്പെഷ്യൽ എന്ന് പറയാവുന്ന മലായിയോ. ഇവിടുത്തെ ശൈത്യകാലത്ത് മാത്രമാണ് ഈ ഒരു മലായിയോ നമുക്ക് എല്ലാ ഷോപ്സിലും ആയിട്ട് കിട്ടി വരിക. ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ടേസ്റ്റാണ്. ഇവിടെ മലായിയോ കിട്ടുന്ന എല്ലാ ഷോപ്പുകളിലും ബദാം മിൽക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും. ഈ ഒരു ബദാം മിൽക്ക് കൂടെ കുടിക്കാനായിട്ട് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യേണ്ടതാണ്. ബനാറസി പാൻ ഉണ്ടാക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഇവിടുത്തെ ഗല്ലികളിലായിട്ട് പല പാൻ ഷോപ്സും നമുക്ക് ഇങ്ങനെ അവൈലബിൾ ആയിട്ടുണ്ടാവും. അവിടെ എല്ലാം തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ബനാറസി സ്പെഷ്യൽ പാന് നമുക്ക് കിട്ടും കേട്ടോ. ഒരു സ്പെഷ്യൽ പാനിന് ഏകദേശം 30 രൂപയാണ് ഈ ഒരു കടയിൽ അവർ ഈടാക്കുന്നുണ്ടായിരുന്നത്. ഏകദേശം 20ഓളം ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുള്ള ഈ ഒരു പാൻ എന്ന് പറയുന്നത് ചുമ്മാ ഒരു സ്വീറ്റ് പാന് മാത്രമാണ് കേട്ടോ. മീഠാ ദഹി, സ്വീറ്റ് യോഗട്ട് എന്നൊക്കെ വിളിക്കില്ലേ, അത് തന്നെയാണ് സാധനം. ഏകദേശം 250 ഗ്രാമിന് എല്ലാ ഷോപ്സിലും 30 രൂപയാണ് ഈടാക്കുന്നത്. കച്ചോരി സബ്ജി. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പൂരിയൊക്കെ പോലത്തെ ഒരു റൊട്ടി നെയ്യിൽ വറുത്തെടുക്കുന്നതാണ് കച്ചോരി എന്ന് പറയുന്നത്. അതിനൊപ്പം കഴിക്കാനായിട്ട് ഇവരുടെ നല്ല അടിപൊളി സബ്ജി ഇവിടെ കിട്ടും. ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ വിവിധ തരം സ്വീറ്റ്സ് കൂടെ നമുക്ക് ട്രൈ ആവുന്നതാണ്. നമ്മൾ ഈ കഴിക്കുന്ന മാൽപുവ എന്ന് പറയുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. പിന്നെ ഇവിടുത്തെ എല്ലാ ഗല്ലികളിലായിട്ടും നിങ്ങൾക്ക് ഇഷ്ടം പോലെ സ്വീറ്റ്സ് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. വാരണാസിയിലെ ഗല്ലി എക്സ്പ്ലോറേഷനിടയിൽ തീർച്ചയായിട്ടും സന്ദർശിക്കേണ്ട ഒരു ഷോപ്പാണ് ബ്ലൂ ലസ്സി എന്ന് പറയുന്നത്. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടെ കിട്ടുന്ന ലസ്സി തന്നെയാണ് കേട്ടോ. വിവിധ ഫ്ലേവറുകളിലുള്ള ലസ്സീസ് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ ഈ ഒരു ഷോപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ വരുന്ന എല്ലാ കസ്റ്റമേഴ്സും അവരുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇവിടെ ഒട്ടിച്ചു വയ്ക്കുന്ന ഒരു പതിവുണ്ട്. വാരണാസിയിലെ ഏറ്റവും സ്പെഷ്യലായിട്ട് തോന്നിയ ഒരു സാധനം തന്നെയാണ് ഈ ഭാംഗ് ടണ്ടായി. ഇവിടുത്തെ ഘാട്ടുകളിലോട്ട് പോകുന്ന വഴി ബാബ ടണ്ടായി ഷോപ്പിലെയാണ് നമ്മൾ ഈ ഒരു ഭാംഗ് ടണ്ടായി ട്രൈ ചെയ്തത്. ഒരു ടണ്ടായിക്ക് 60 രൂപയാണ് ഇവർ ഈടാക്കുന്നത്. ടണ്ടായി എന്ന് പറയുമ്പോൾ നമ്മുടെ ബദാം ജ്യൂസ് ഇല്ലേ, അത് തന്നെയാണ്. തണുപ്പിച്ച ബദാം ജ്യൂസിലേക്ക് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ മാത്രം ബാബാക്ക പ്രസാദ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്പൂണ് ഈ പറഞ്ഞ പോലെ ഭാംഗ് അവർ മിക്സ് ചെയ്ത് തരും. ഈ ഒരു സാധനം കുടിച്ചു കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക എന്നുള്ളത് ഞാൻ പറയണ്ടല്ലോ. चोरे हाथ